ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ക്ലാസ് 9ൻ്റെ കാവ്യഖണ്ഡിൽ അതിലെ രൈദാസിൻ്റെ ഒരു അത് പഠിക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് രൈദാസ് ആരാണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. രൈദാസ് എന്ന് പറയുന്നത് सेंध ഒരു കവിയാണ്. रैदास नाम से विख्यात सेंध रविदास का जन्म काशी में हुआ. उनका जीवन काल 15वीं शताब्दी में माना जाता है. रैदास सेंध कवियों में गिने जाते हैं. उन्होंने बाह्य मन की शुद्धता और आंतरिक भक्ति को ही सच्चा धर्म माना है. रैदास नामिൽ പ്രശസ്തനായ വിഖ്യാത സെയിന്റ് രവിദാസ് കാ ജന്മ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രവിദാസ് ആണ്, പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്ന രൈദാസ് നാംസിലാണ്. അദ്ദേഹം ജനിച്ചത് കാശിയിലാണ്. അദ്ദേഹം ജീവിച്ചിരുന്നതായിട്ട് പറയുന്നത് 15ാം നൂറ്റാണ്ടിലാണ്. രൈദാസ് സെന്ത് കവികളിൽ ഒരാളാണ്. ഉन्होंने ബാഹ്യ ആഡംബരം കാ ഖണ്ഡൻ കർ മൻ കി ശുദ്ധത और ആന്തരിക ഭക്തി കോ ഹി സച്ചാ ധർമ്മ മാനാ ഹെ. അദ്ദേഹം ഈ ബാഹ്യ ആഡംബരങ്ങളിനെ ഒന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. പിന്നെന്തുവാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്? മനസ്സിൻ്റെ ശുദ്ധിയും ആന്തരിക ഭക്തിയുമാണ് യഥാർത്ഥ ധർമ്മം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം ബാഹ്യ ആഡംബരങ്ങളെ എന്ത് ചെയ്തു? ഖണ്ഡൻകർ അല്ലേ, അതിന് ഒപ്പോസിഡ് ആയിരുന്നു. എക്സ്റ്റേണൽ റിച്വൽസിന് ഒപ്പോസിഡ് ആയിരുന്നു അദ്ദേഹം. रैदास ने अपनी काव्य रचनाओं में सरल व्यावहारिक ബ്രജഭാഷാ का प्रयोग किया. ഈ അദ്ദേഹത്തിൻ്റെ കാവ്യരചനകളെല്ലാം തന്നെ സരളായിരുന്നു അല്ലേ, വ്യാവഹാരിക് ബ്രജഭാഷാക്ക അല്ലേ. അദ്ദേഹം എഴുതിയിരുന്നതല്ല, ഈ കാവ്യരചനകൾ എഴുതിയിരുന്നത് ബ്രജഭാഷയിലായിരുന്നു. ഇവിടെ നമുക്ക് 2 പദമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പദ് എന്ന് പറയുന്നത് यहाँ रैदास के 2 पद लिए गए हैं. पहले पद में अब कैसे छूटे राम रट लागी प्रभु जी तुम चंदन हम पानी जाकी अंग अंग बा समानी प्रभु जी तुम घनबन हम मोरा जैसे चिदवत चंद चकोर प्रभु जी तुम दीपक हम बाती जाकी ज्योति बेरे दिन राती प्रभु जी तुम मोती हम धागा जैसे सोने मिलत सुहागा प्रभु जी तुम स्वामी हम दासा ऐसी भगदी करे रैदासा. अब कैसे छूटे രാം രട്ട് ലാഗി. അബ് മീൻസ് നൗ അല്ലേ. അബ് കൈസേ ചൂടേ രാം രട്ട് ലാഗി. ഇപ്പോൾ രാമനാമം ജപിക്കുന്ന ശീലം എങ്ങനെ ഞാൻ ഉപേക്ഷിക്കും? കൈസേ എങ്ങനെ, ചൂടേ മീൻസ് ഉപേക്ഷിക്കുക. രാം രട്ട് ലാഗി, രാം എന്ന് പറഞ്ഞാൽ ഈശ്വർ അല്ലേ, ഈശ്വരനാമം. രട്ട് മീൻസ് റിപ്പീറ്റ് ചെയ്യുക. ഈശ്വരനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ എന്തു ചെയ്യും? ഉപേക്ഷിക്കും അല്ലെ. എങ്ങനെ ഞാനതിനെ അത് ഉപേക്ഷിക്കും? ഈശ്വരനാമം ഉരുവിടുന്നത് ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? പ്രഭുജി തും ചന്ദൻ ഹം പാനി. അങ്ങ് ചന്ദനാണ്, ഭക്തനായ ഞാൻ പാനിയാണ്. ജാക്കി അങ്ക് അങ്ക് ബാ സമാനി. അങ്ക് മീൻസ് എന്താണ്? ഓരോ അവയവത്തിലും അല്ലേ. ബാസ് മീൻസ് സുഗന്ധ, സമാനി അല്ലേ. ആ അങ്ങ് ആരാണെന്ന് പറഞ്ഞേ? അങ്ങ് ചന്ദനമാണ്, ഞാൻ വെള്ളമാണ് അല്ലേ. ആ ചന്ദനം ആ വെള്ളത്തിൽ ലയിച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിന് എന്തുവാണ്? ആ ചന്ദനത്തിൻ്റെ സ്മെല്ലുണ്ടാവും അല്ലേ. അത് അങ്ക് ബാ സമാനി അല്ലേ. അതിൻ്റെ സുഗന്ധം എൻ്റെ ഓരോ പാർട്ടിലും ബോഡി ഓർഗൻസിലും അല്ലേ, അങ്ക് മീൻസ് അവയവത്തിലും അതിൻ്റെ സ്മെല്ല് സ്പ്രെഡായിരിക്കുന്നു. പ്രഭുജി തും ഘൻബൻ. അങ്ങ് ആരാണെന്ന് പറയാം? തും ഘൻ മീൻസ് ക്ലൗഡ് അല്ലേ, ബാദൽ. ബെൻ ഹം മോര അല്ലേ. അപ്പം ഈ മോറും ഘന്നും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എന്താണ്? ഈ മയിൽ അല്ലേ, മഴയെ കാണിക്കുന്നത് അല്ലേ. മഴ വരാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് മയിലുകൾ എന്ത് ചെയ്യുന്നത്? നൃത്തം ചെയ്യുന്നത് അല്ലേ. അങ്ങ് മേഘമാണ്, ഞാൻ എന്തുവാണ്? മയിലാണ്. ജൈസേ ചിതവത് ചന്ത് ചകോര അല്ലേ. ചിതവത് ചന്ത് ചകോര. ചന്ത് മീൻസ് എന്തുവാണ്? ചന്ദ്രൻ. ചന്ത് ചകോര. ചകോര എന്ന് പറഞ്ഞ ഒരു പക്ഷിയാണ്, ചകോര പക്ഷി. അത് നമ്മൾ മലയാളത്തിൽ പറയും ഉപ്പൻ എന്നൊക്കെ പറയും. കണ്ണ് ചുവന്ന നിറമുള്ള ഒരു പക്ഷിയുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? അത് ചന്ദ്രനെ നോക്കിയിരിക്കുന്നത് പോലെയാണ്. ആ പക്ഷി ചന്ദ്രനെ നോക്കി നിൽക്കുന്നത് പോലെ ഞാൻ അങ്ങയെ നോക്കി നിൽക്കുന്നു അല്ലേ.
അങ്ങയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പ്രഭുജി തും ദീപക് ഹം ബാത്തി ജാക്കി ജ്യോതി ബരെ ദിൻ രാത്തി. പ്രഭുജി തും ദീപക്, അങ്ങ് ആരാണ്? ദീപക്കാണ്, വെളിച്ചമാണ്. ഹം ബാത്തി, അങ്ങ് വിളക്കാണ്, ഞാനതിലെ ബാത്തിയാണ്, തിരിയാണ്. ജാക്കി ജ്യോതി ബരെ ദിൻ രാത്തി. ജ്യോതി, ജ്യോതി എന്തുവാ? അതിൽ നിന്നും വിളക്ക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രകാശം അല്ലേ, ആ പ്രകാശം എന്ത് ചെയ്യുന്നു? രാവും പകലും എന്ത് ചെയ്യുന്നു? വെളിച്ചം തരുന്നുണ്ട് അല്ലേ, അതിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്പോഴേ? ദിൻ രാത്തി, രാത്രിയും പകലും അതിൻ്റെ പ്രകാശം എരിഞ്ഞ് അത് വെളിച്ചം തരുന്നു. ജാക്കി ജ്യോതി ബരെ ദിൻ രാത്തി. പ്രഭുജി തും മോത്തി ഹം ധാഗ ജൈസെ സോനെ മിലത് സുഹാഗ. പ്രഭുജി തും മോത്തി, മോത്തി എന്തുവാ? പേൾ അല്ലേ, അങ്ങ് മുത്താണ് അല്ലേ, അങ്ങ് മുത്താണ്. ഹം ധാഗ അല്ലേ, ഞാൻ എന്താണ്? ത്രെഡാണ്, നൂലാണ് അല്ലേ. സാധാ ഒരു നൂൽ അവിടെ കിടക്കുന്നതുകൊണ്ട് ആ നൂലിന് ഒരു ഭംഗിയും ഉണ്ടാവത്തില്ല അല്ലേ, ഒരു ഭംഗിയും ഉണ്ടാവത്തില്ല. പക്ഷേ ആ നൂലിൽ മോത്തി, മോത്തി എന്ന് പറഞ്ഞാൽ എന്താ? മുത്ത്, പേള് കോർത്ത് കഴിയുമ്പോൾ അതിനെന്ത് ചെയ്യും? അതിന് വാല്യൂ കൂടും, അതിന് അല്ലേ ഭംഗി കൂടും. അതുപോലെ ഞാൻ വെറും ഒരു ത്രെഡാണ്, അങ്ങ് എന്തുവാണ്? മോത്തിയാണ്, പേളാണ്. ജൈസേ സോനെ മിലത് സുഹാഗ അല്ലേ. അപ്പം അതായത് സ്വർണം, സോനെ മീൻസ് സ്വർണം, സ്വർണത്തിൽ ഈ സുഹാഗ അല്ലേ, സുഹാഗ മീൻസ് എന്ന് പറയുന്നത് ഈ സ്വർണത്തിനൊക്കെ ഷൈനിങ് കിട്ടാനും അതിൻ്റെ ഭംഗി കൂട്ടാനുമായിട്ട് അതിൽ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്, ഒരു ക്ഷാരപദാർത്ഥമാണ് ഈ സുഹാഗ. ഈ സ്വർണത്തിലേക്ക് ഈ സുഹാഗ ചേർക്കുമ്പോൾ ആ സ്വർണത്തിന് ഇരട്ടി എന്ത് കിട്ടും? ഭംഗിയും കിട്ടും. അതോടൊപ്പം തന്നെ അത് എന്തുവാണ്? സുന്ദരവും ഭംഗിയും കൊണ്ട് അതിന് നല്ല ഷൈനിങ് കിട്ടും. അതുപോലാണ് പ്രഭുജി തും സ്വാമി ഹം ദാസ ഐസി ഭഗതി കരേ രൈദാസ. പിന്നെ പറയുന്നത് എന്താന്ന് നോക്കിയേ, പ്രഭു അവിടുന്ന് യജമാനാണ്, സ്വാമിയാണ്, എൻ്റെ സ്വാമിയാണ്. തും സ്വാമി ഹം ദാസ, അങ്ങ് സ്വാമിയാണ്, ഞാൻ അങ്ങയുടെ ദാസനാണ്. ഐസി ഭഗതി കരേ രൈദാസ അല്ലേ, അങ്ങനെയുള്ള ഭക്തിയാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ പകലെ പദിൻ്റെ, ഈ ഫസ്റ്റ് പദിൻ്റെ ഓരോ വേർഡിൻ്റെ മീനിങ് പറഞ്ഞു തരാം. ഓക്കെ, അബ് മീൻസ് നൗ. കൈസേ, കൈസേ മീൻസ് ഹൗ, എങ്ങനെ. ചൂടൈ, ചൂടൈ മീൻസ് എന്താണ്? എങ്ങനെ ഞാൻ ഉപേക്ഷിക്കും അല്ലേ, ഗിവണപ്പ്. രാം രട്ട് ലാഗി, രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈശ്വരൻ അല്ലേ. രട്ട് ലാഗി അതെന്താണ്? റിപ്പീറ്റേഷൻ അല്ലേ, റിപ്പീറ്റ് ചെയ്യുന്നത്. രട്ട് ലാഗി, ലാഗി മീൻസ് സ്റ്റാർട്ടഡ്. പ്രഭുജി തും ചന്ദൻ, നമുക്കറിയാം ചന്ദൻ അറിയാം, ചന്ദൻ എന്ന് പറഞ്ഞ മീനിങ് അറിയാം. പാനി എന്ന് പറഞ്ഞാൽ വെള്ളമാണെന്നറിയാം. അങ്ക് എന്ന് മീൻസ് എന്താണ്? എവരി പാർട്ട് ഓഫ് ദ ബോഡി. ബാസ് മീൻസ് സുഗന്ധം അല്ലേ, ഫ്രാഗ്രൻസ്. സമാനി മീൻസ് മേർജ്ഡ്. ഖൻ ബാദൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? ക്ലൗഡാണ്. മോർ എന്ന് പറയുന്നത് പീകോക്ക്. ചിതവത് മീൻസ് ലുക്സ് അറ്റ് അല്ലേ. ചന്ദ് മീൻസ് ചാന്ത് അല്ലേ, മൂൺ. ചകോര പക്ഷിയാന്ന് പറഞ്ഞു ഞാൻ അല്ലേ. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഉപ്പൻ, കണ്ണ് ചുവന്ന ഒരു പക്ഷിയുണ്ട്. ദീപക് എന്ന് പറഞ്ഞാൽ അറിയാം, ലാമ്പ്, അല്ലേ, വിളക്ക്. ബാത്തി മീൻസ് വിക്ക്, അതായത് നമ്മൾ തിരി പറയത്തില്ല, അഗർബത്തി, ആ ബത്തി അല്ലേ. വിളക്കിലെ തിരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോട്ടൺ കൊണ്ടോ തുണി കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന തിരി, വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ആ തിരി. ജാക്കി ജ്യോതി ബരെ ദിൻ രാത്തി അല്ലേ. ജ്യോതി, ജ്യോതി എന്തുവാണ്? ഫ്ലെയിം അല്ലേ. ബരെ മീൻസ് ബേൺ ചെയ്യുക, ബരെ മീൻസ് ബേൺ. ദിൻ രാത്തി, ദിൻ എന്ന് പറയാം ഡേ, രാത്തി മീൻസ് രാത്രി. പ്രഭുജി തും മോത്തി, മോത്തി അറിയാമല്ലോ, പേൾ മുത്ത്. ധാഗ ത്രെഡ്. സോന എന്തുവാണ്? ഗോൾഡ്. മിലത്ത് അല്ലേ, മിലത്ത് സുഹാഗ, സുഹാഗ പറഞ്ഞായിരുന്നു എന്തുവാണ്? സുഹാഗ എന്ന് പറയുന്നത് ഒരു ബൊറാക്സ് ആണ്, അതൊരു കെമിക്കലാണ്. അത് ഉപയോഗിക്കുന്നത് ഗോൾഡ് പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ആ ഗോൾഡിന് അത് ഒരു ഷൈനിങ് കൊടുക്കും, ബ്യൂട്ടി കൊടുക്കുന്നതാണ് അല്ലേ. സ്വാമി എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വാമി എന്ന് പറഞ്ഞാൽ മാസ്റ്റർ അല്ലേ. സ്വാമി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ്? യജമാനൻ അല്ലേ.
ദാസ് നമുക്കറിയാം അല്ലേ, അങ്ങയുടെ സേർവൻ്റ് അല്ലേ. ദാസ് മീൻസ് സെർവൻ്റ്. ആരുടെ? ഈശ്വരൻ്റെ. ഐസി ഭഗതി കരേ രൈദാസ. ഭഗതി മീൻസ് ഡിവോഷൻ അല്ലേ, വർഷിപ്പ്. അപ്പം നമുക്ക് ഫസ്റ്റ് പതിൻ്റെ എല്ലാ വേർഡ്സിൻ്റെയും മീനിങ് ഞാൻ പറഞ്ഞു, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് പദ് റീഡ് ചെയ്യാം. നിങ്ങൾ റെഡിയാണല്ലോ? ജോ തും തോരൗ രാം മേ നഹി തോരൗ, തും സൗ തോരി കവൻ സൗ ജോരൗ, തീരത്ത് ബർത്ത് ന കരൂം അന്ദേസ, തുമരെ ചരൺ കമൽ ഏക് ഫരോസ, ജഹം ജഹ ജ അവോ തുമരി പൂജ, തും സാ ദേവ് ഓർ നഹി ദൂജ, मैं अपनो मन हरि से जोरौ, हरि सो जोरी सबन सो तोरो, सब ही पहर तुम्हारी आशा, मन क्रम वजन कहे रैदासा, जो तुम तोरो राम में नहीं तोरो അല്ലേ. ജോ തും തോരോ രാം മേ നഹി തോരോ. തും അങ്ങ് അല്ലേ. തും എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഭഗവാനെ ആയതുകൊണ്ട് നമ്മൾ എന്താണ് റെസ്പെക്റ്റോട് കൂടിയേ പറയുന്നുള്ളൂ അല്ലേ. അവിടുന്ന് എന്നുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയാലും ഞാൻ എന്ത് ചെയ്യില്ല, അങ്ങയെ വേർപെടുകയില്ല, ഞാൻ അങ്ങിൽ നിന്നും വേർപെട്ടു പോവുകയില്ല. ഭഗവാനെ, അവിടുന്ന് എന്നോടുള്ള ബന്ധം വേർപെടുത്തിയാലും ഞാൻ അങ്ങയിൽ നിന്നും വേർപെട്ടു പോവുകയില്ല. തും സൗ തോരി കവൻ സൗ ജോരൗ അല്ലേ. അതായത് അങ്ങയുമായുള്ള ബന്ധം വേർപെടുത്തി ഞാൻ മറ്റൊരാളോടാണ് ബന്ധം സ്ഥാപിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. തീരത്ത് ബരത് ന കരൂം അന്ദേസ, തുമരെ ചരൺ കമൽ ഏകു ഫരോസ. തീരത്ത് മീൻസ് തീർത്ഥാടനം അല്ലേ, പിൽഗ്രിമേജ്. ബരത് ന കരൂം അന്ദേസ, തുമരെ ചരൺ കമൽ ഏകു ഫരോസ. തീർത്ഥാടനമോ തീർത്ഥാടനത്തെക്കുറിച്ചോ വ്രതങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു അന്തേസ ഒരു ആശങ്കയുമില്ല. തുമരേ ചരൺ കമൽ ഏകു ഫരോസ. അങ്ങയുടെ ചരൺ മീൻസ് എന്തോ പാദം. അങ്ങയുടെ എങ്ങനെയുള്ള പാദം എന്ന് പറഞ്ഞേ? കമൽ എന്ന് പറഞ്ഞാൽ താമരപ്പൂ പോലെയുള്ള പാദങ്ങളാണ് ഏകു ഫരോസ. ആ പാദങ്ങളിൽ മാത്രമാണ് എൻ്റെ ഒരേ ഒരു വിശ്വാസം. എന്തോ പറഞ്ഞേക്കെ, എനിക്ക് തീർത്ഥാടനത്തെക്കുറിച്ചോ ഭരത് എന്ന് പറയുന്നത് വ്രതത്തെക്കുറിച്ചോ, വ്രത മീൻസ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചോ യാതൊരു ആശങ്കയുമില്ല. അങ്ങയുടെ താമരപ്പൂ പോലുള്ള ആ ചരണത്തിലാണ്, ആ പാദങ്ങളിൽ മാത്രമാണ് എൻ്റെ ഒരേ ഒരു വിശ്വാസം. ജഹം ജഹ് ജാവോ തുമരി പൂജ, തും സാ ദേവ് ഓർ നഹി ദൂജ, മേ അപ്പനോ മൻ ഹരി സേ ജോരൗ, ഹരി സോ ജോരി സബൻ സോ തോരോ, ജഹം ജഹം ജാവോ തുമരി പൂജ. ജഹാം ജാവോ തുമരി പൂജ. ഞാൻ എവിടെയൊക്കെ ജഹാം ജാവോ, ഞാൻ എവിടെയൊക്കെ പോയാലും, തുമരി പൂജ, അവിടെയൊക്കെ ഞാൻ എന്തു ചെയ്യും? അങ്ങയെ പൂജിക്കും. തുമരി പൂജ. തും സാ ദേവ് ഓർ നഹി ദൂജ. ഞാൻ എവിടെ പോയാലും അവിടെയെല്ലാം അങ്ങയെ പൂജിക്കുകയാണ്. തും സാ ദേവ് ഓർ നഹി ദൂജ. അങ്ങയെപ്പോലെ മറ്റൊരു ദൈവം എനിക്കില്ല, അങ്ങയെപ്പോലെ മറ്റൊരു ദൈവമില്ല എന്നാണ് പറയുന്നത്. മേ അപ്പനോ മൻ ഹരി സേ ജോരൗ, ഹരി സോ ജോരി സബൻ സോ തോരൗ. ഞാൻ അപ്പനെ മൻ അല്ലേ. മേ അപ്പനെ എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ മനസ്സ് ഹരി സേ ജോരൗ, ഞാൻ എൻ്റെ മനസ്സ് ഹരിയുമായി എന്ന് പറയുന്ന ആരാണ്? ഭഗവാനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഹരി സൗ ജോരി സബൻ സോ തോരൗ അല്ലേ. ഞാൻ എൻ്റെ മനസ്സ് ഭഗവാനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ ഭഗവാനുമായി ബന്ധം സ്ഥാപിച്ച് മറ്റെല്ലാവരുമായുള്ള ബന്ധം ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ഈശ്വരനോട് ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ ഞാൻ മറ്റുള്ളവരോടുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഉപേക്ഷിച്ചു. സബ് ഹി പഹർ തുമാരി ആസ, മൻ ക്രമ വചൻ കഹേ രൈദാസ. സബ് ഹി എല്ലാ സമയത്തും, തുമാരി ആശ എല്ലാ സമയത്തും അങ്ങയുടെ അല്ലേ, എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങയിൽ മാത്രമാണ്.
മൻ ക്രമ വചൻ കഹേ രൈദാസ. എൻ്റെ മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും ക്രമ വചൻ കഹേ രൈദാസ. എൻ്റെ മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ പറയുന്നു, ഞാൻ എപ്പോഴും എല്ലാ സമയത്തും എൻ്റെ പ്രതീക്ഷ അങ്ങയിൽ മാത്രമാണ്. അപ്പം നമ്മൾ ഈ 2 പദങ്ങളുടെയും മലയാള എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഫസ്റ്റ് പദത്തിൻ്റെ ഓരോ വേർഡിൻ്റെ മീനിങ് പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് പദത്തിൻ്റെ ഓരോ വേർഡിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജോ തും തോരോ രാം മേ നഹി തോരോ. തോരോ മീൻസ് ബ്രേക്ക് അല്ലേ. തീരത്ത് മീൻസ് പിലിഗ്രിമേജ് അല്ലേ, തീർത്ഥാടനം നമ്മൾ പറഞ്ഞു, പിലിഗ്രിമേജ്. കവൻ സൗ ജോരൗ. കവൻ സൗ മീൻസ് വിത്ത് ഹൂം. ഭരത് മീൻസ് വ്രതം, ഫാസ്റ്റിംഗ്. അന്തേസ ഡൗട്ട്. ചരൺ കമൽ അല്ലേ, ഭഗവാന്റെ ചരൺ എങ്ങനെയാണ്, താമരപ്പൂ പോലെയാണ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. തുമരേ ചരൺ കമലേക്ക് ഫറോസ. അപ്പം ചരൺ കമൽ എന്ന് പറയുന്ന അങ്ങയുടെ പാദം ലോട്ടസിന് സമാനമാണ്. ചരൺ മീൻസ് ഫീറ്റ്, കമൽ മീൻസ് ലോട്ടസ്. ഫരോസ മീൻസ് എന്തുവാ, ട്രസ്റ്റ് അല്ലെ, ഫെയ്ത്ത് എന്നൊക്കെ പറയും അല്ലേ. ജഹാം ജാവോ, അതായത് വേറെവർ. ജഹാം മീൻസ് വേറെവർ, ജാവോ ഗോ അല്ലേ. തുമരി പൂജ അല്ലേ, പൂജ മീൻസ് എന്തുവാണ്, പൂജിക്കുക. തും സാ ദേവ് ഔർ നഹി ദൂജ. ദൂജ മീൻസ് എനിക്ക് വേറൊരു ദൈവമില്ല അല്ലേ, വേറെ ഞാൻ ആരെയും ഇതായിട്ട് കാണുന്നില്ല. ദൂജ മീൻസ് അതർ, മറ്റ് അല്ലേ, സെക്കൻഡ് അല്ലെങ്കിൽ അതർ എന്നൊക്കെ പറയും. മൻ എന്തറിയാം, മൈൻഡ്, മനസ്സ്. സബൻ സൗ എന്ന് പറഞ്ഞാൽ ഫ്രം എവരി വൺ എൽസ്. സബഹി പഹർ അല്ലേ. സബ് മീൻസ് എന്ന് പറഞ്ഞാൽ സബഹി മീൻസ് ഓൾ ടൈം എന്നുള്ളതാണ്, ഓൾ അവേഴ്സ് ഓഫ് ദ ഡേ അല്ലേ, ആ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം മുഴുവൻ അല്ലേ. തുമാരി ആസ മീൻസ് എന്തുവാണ്, ഹോപ്പ്, അങ്ങയിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. മൻ ക്രമ വചൻ കഹേ രൈദാസ. മൻ നമ്മൾ പറഞ്ഞു മനസ്സ് അല്ലേ, മൈൻഡ്. ക്രമ മീൻസ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലേ, ആക്ഷൻസ്. വചൻ മീൻസ് നമ്മുടെ വാക്കുകൾ, വാക്കുകൾ. ഇപ്പം എല്ലാ വേർഡിൻ്റെയും മീനിങ് പറഞ്ഞു തന്നു. ഈ പദം അല്ലേ, രൈദാസ് പദം നല്ലൊരു പദമാണ് അല്ലേ. നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞാൻ ഈ പഠിപ്പിച്ച ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ്